സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ആരോപണം കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 10-12 കൊല്ലമായി ഒരേ കഥ പ്രചരിപ്പിക്കുകയാണ്. വിവാദമുണ്ടാക്കാനുള്ള കെണിയിൽ വീഴില്ല, തെളിവുള്ളവർ കോടതിയിൽ പോകട്ടെ എന്നും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ ചെയ്യോ? അത് എനിക്ക് വട്ടാണോ? 18 കൊല്ലം രാജ്യസഭയിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യോ? ഇതിലൊന്നുമില്ല. ഇത് ആദ്യം ട്രൈ ചെയ്ത് ഡൽഹി ഹൈക്കോർട്ട് കൊണ്ടുപോയി അവിടെ എല്ലാം ലിറ്റിഗേറ്റ് ചെയ്ത സാധനങ്ങളാണ്. 10-12 കൊല്ലമായിട്ട് അതേ ഒരു സ്റ്റോറി അവരിങ്ങനെ തിരിച്ച് ചെയ്യുന്നുണ്ട്. ഓരോരോ വൈൽഡ് അലിഗേഷൻസ് ഉണ്ടാക്കുക, മെയിൻ ഇഷ്യൂന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. ഇവർ ചെയ്യുന്ന ഒരു ഡിസ്ട്രാക്റ്റിംഗ് പോളിറ്റിക്സിൽ ഞാൻ ട്രാപ്പ് ആവില്ല. ഒരു ഇമാജിനറി കോൺസ്പിറസി തിയറി നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആയിരിക്കും, മീഡിയയ്ക്കെല്ലാം നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതായിക്കോട്ടെ. എന്നെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഇതിൽ ക്രിമിനൽ കോൺസിക്വൻസസും ഡെഫമേറ്ററി കോൺസിക്വൻസസും ഉണ്ടാവും. അതിലൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അത് മിസ്റ്റർ തരൂരാണോ, മിസ്റ്റർ A or B or C ആണോ. നുണ പറഞ്ഞിട്ട് എൻ്റെ കൂടെ രാഷ്ട്രീയം കളിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ മത്സരിക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ചില BJP കേന്ദ്രങ്ങൾ തന്നെ ആ ആക്ഷേപം ഉയർത്തുന്നുമുണ്ട്. എങ്ങനെയാണ് അതിനോട് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നത്? നികേഷ്, ഇപ്പോൾ LDF കൂടി ഈ വിഷയം ഉയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അഭിഭാഷകയായ ബംഗളൂർ സ്വദേശിയും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഈ പരാതികളിൽ പ്രധാനമായും പറയുന്നത് സത്യവാങ്മൂലത്തിൽ പല വിവരങ്ങളും രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചു എന്നുള്ളതാണ്. തന്റെ ആസ്തി സംബന്ധിച്ച്, തന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ മറച്ചുവെച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം. പക്ഷേ ഇതിന് മറുപടിയായി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരേ കഥ തന്നെ പല രീതിയിൽ പറയുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി പോയതാണ്, എന്നിട്ടും തീരുമാനമായില്ല. തെളിവുള്ളവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വർഷങ്ങളായി രാജ്യസഭാ MP ആയി തുടരുന്ന തനിക്ക് ഈ വിധത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കാൻ വട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുകയാണ്. താൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ കാതലായ വിഷയങ്ങൾ, മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ. അത്തരമൊരു കെണിയിൽ താൻ വീഴില്ല എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, തനിക്കെതിരെ ഈ വിധത്തിൽ നുണപ്രചരണം തുടർന്നു കഴിഞ്ഞാൽ അത് ആരായാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അവർക്കെതിരെ ക്രിമിനൽ നടപടിയും മാനനഷ്ട കേസും ഫയൽ ചെയ്യും. അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ തനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയാൽ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. പക്ഷേ അതിനുശേഷവും ഇപ്പോൾ LDF കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് യോഗ്യതയില്ല, സത്യവാങ്മൂലത്തിൽ അസത്യവും വ്യാജവുമായ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സത്യാവസ്ഥ പലതും മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അനുയോജ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDFും പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ പരാതി ലഭിച്ചെങ്കിലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ വിഷയത്തിൽ കോടതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് പരാതി ഉന്നയിക്കുന്നവർക്ക്, ആരോപണം ഉന്നയിക്കുന്നവർക്ക് മുന്നിലുള്ള ഏക പോംവഴി. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുകയാണ്. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ കോടതിയിൽ പോകും എന്നും ക്രിമിനൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങും എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു.